ജീവ 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 എന്താടാ കഥ കടച്ചിട്ട് അകത്തിരിക്കുന്നേ? എന്താടാ ഒരു പുതുമ? ഞാൻ പേടിച്ചു പോയി. ഇത് നോക്ക, നിനക്ക് വേണ്ടി ടിഫിൻ എടുത്തു വെച്ചു, അതുകൂടെ കഴിച്ചില്ല. കഴിക്ക. ആ വാ തുറക്കടാ. ആ വാ തുറക്ക. ആ ഓ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ഹലോ ഗുരു, വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലടാ. എന്ത് പറ്റിയടാ? കാര്യം കഴിഞ്ഞില്ലേ? അല്പം മാറിയെങ്കിൽ എന്റെ കാര്യം കഴിഞ്ഞേനെ. അണ്ണാച്ചിയെ കയ്യിലെടുത്തിട്ട് ആ തടി ഫെർണാണ്ടസിന്റെ സീനിലേക്ക് കൊണ്ടുവന്നടാ. നിന്റെ ഇരട്ട നിന്നേക്കാൾ ക്രിമിനലാടാ. കണ്ണടച്ചില്ലടാ ഫൈറ്റ് ചെയ്യുന്നേ. എന്താടാ രണ്ടുപേരും അമ്മയുടെ വയറ്റിൽ നിന്നേ പ്ലാൻ ചെയ്ത് വന്നതാ? എടാ, നീ അവനെ തീർത്തേക്കില്ലേ? എന്ത് മണ്ട, അവനെ വിട്ട ഉടനെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നീ അവനെ കൊന്നേക്ക്. ഇല്ലേൽ നിന്നെ ഞാൻ കൊല്ലും. വേഗം തീർത്തിട്ട് എനിക്ക് ഫോൺ ചെയ്യും. ജീവനിൽ ഒരു രോമാഞ്ചമായി. അയ്യോ ജീവനിൽ സ്വപ്ന, ഇതിപ്പോ കൊറേ നേരം ആയല്ലോ. ബാൽക്കണിയിലേക്ക് ഇടയ്ക്കിടെ പോകുന്നു വരുന്നു. എന്താ കാര്യം? നീ ബാൽക്കണിയിൽ നിന്ന് കണ്ടല്ലേ എന്നെ പ്രേമിച്ചത്. നിന്റെ സ്വഭാവം നിന്റെ മകൾക്കുണ്ടാകാതിരിക്കും. അല്ല ഡാഡി, പുറകുവശത്തെ വീട്ടിലെ തെങ്ങില് കരിക്ക് പാകമായിട്ട് 2-3 ദിവസമായി. അത് ഇതുവരെ കണ്ടില്ലല്ലോ, നോക്കിയതാ. നിനക്ക് വേണമെങ്കിൽ നമ്മുടെ പൊള്ളാച്ചി തോട്ടത്തിൽ നിന്ന് എത്ര കരിക്ക് വേണമെങ്കിലും കൊണ്ടുതരാം. പുറകിലെ വീട്ടിൽ എന്തിനാ നിനക്ക്? കട്ട തിന്നുന്നതിന്റെ ടേസ്റ്റ് വേറെയാ ഡാഡി. ഇപ്പഴാ നിങ്ങളുടെ മോക്ക് നിങ്ങളുടെ സ്വഭാവം വന്നത്. ഹായ്. എന്താ ജീവ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തോ തൂത്തുക്കുടിന്ന് വന്നിട്ട് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇതാണ് ഇപ്പോഴവസ്ഥ. അത് ശരി, അമ്മയ്ക്ക് അറിയാതിരിക്കുവോ തന്റെ കുട്ടി എന്ത് കഴിക്കൂ എന്ത് ചിന്തിക്കൂ എന്നൊക്കെ? എനിക്ക് നീ അല്ലാതെ ആരുണ്ട് ജീവ? ഇപ്പൊ അമ്മ എടുക്കുന്ന നിനക്ക് എന്ത് വേണം? സ്വപ്നയെ കല്യാണം കഴിക്കാൻ പെർമിഷൻ വേണോ? അതിന് സ്വപ്നയുടെ അച്ഛന്റെ പെർമിഷനാ വേണ്ടത്. എന്താന്നോ, എന്റേത് ഓൾറെഡി ഗ്രാൻഡഡ്. ഇപ്പോഴേ പോയി പപ്പയുടെ പെർമിഷൻ ചോദിക്കാം. എനിക്ക് തല പെരുക്കുന്നു. 2 ദിവസം കൊണ്ട് നീ ആള് മാറി ജീവ. നാരായണസ്വാമി പറഞ്ഞു ജീവയ്ക്ക് തൂത്തുക്കുടിയിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ മാത്തപ്പനില്ലേ, അവൻ ജീവയെ കണ്ട കൊരിച്ചോണ്ടേയിരിക്കും, ഏതോ പ്രേതത്തെ കണ്ട പോലെ. ഇങ്ങോട്ട് നോക്ക് സ്വപ്ന, ഒരു നല്ല ദിവസം നോക്കി ഞാൻ തന്നെ നിന്റെ അച്ഛനോട് വന്ന് സംസാരിക്കാം. എനിക്ക് ഇതില് സന്തോഷമുള്ള കാര്യം ലോകത്തിൽ വേറെ ഇല്ലേ ഇല്ല. എടാ ജീവ, എന്താ ആലോചിക്കുന്നേ? എടാ രമണ, ഇപ്പൊ ട്രെയിനാണോ ബസ്സാണോ ചെന്നൈക്കുള്ളത്? എന്താ ലോറി വേണമെങ്കിലും പോവാം, പക്ഷെ നിനക്ക് പോവാൻ പറ്റില്ല.
പിന്നെ എന്താന്നോ നിന്റെ അമ്മ അവൻ കൊന്നളയില്ലേ? എന്താ ആലോചിക്കുന്നേ? ഈ രമണനെ കൊന്ന പിന്നെങ്ങനെ ഗുരുവിന് ഫോൺ ചെയ്യുന്നല്ലേ? ഞാൻ അരമണിക്കൂർ ഇടപെട്ട് അവനെ വിളിക്കാതിരുന്ന അവൻ അപ്പൊ തന്നെ നിന്റെ അമ്മയെ തീർത്ത് കളയില്ലേ? അതാ ഗുരുവിന്റെ പ്ലാൻ. ശരി ശരി, എടുത്ത് കഴിക്ക്. ഞാൻ കഴിക്കാറില്ല. കഴിക്കാറില്ലേ? കഴിക്കാതെങ്ങനെ? അയ്യോ, എന്താടാ ഇത്? ഒന്ന് മണപ്പിച്ചപ്പോഴേ ഫ്ലാറ്റായോ? ഗുരുവിനെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ. മുഖത്ത് നോക്കാതെ തന്നെ കുത്താം. അവന്റെ ചെവി നേരിത് എന്റെ ചെവിയാണോ ചൊറിയുന്നത്? എന്തിനാ സംശയം? ഇപ്പോഴാണെങ്കിൽ മുഖമേ കാണില്ല, കൂത്തിക്കളയാ. അയ്യോ അമ്മച്ചി, പഞ്ചറായി പോയി. അയ്യോ എവിടെ? അയ്യോ 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 അയ്യോ, എവിടെ പോയടാ അവൻ? ഗുരുവങ്ങനെ പറഞ്ഞ കുത്തി എന്റെ കുടലെടുക്കൂലടാ. അയ്യോ ജീവ, എവിടെ പോയടാ നീ? എടാ എവിടെടാ? അയ്യോ. ഗണപതി ഭഗവാനെ, ശിവകൃഷ്ണ, ഗുരുവായൂരപ്പ, അന്നപൂർണേശ്വരി ദേവി, മാരിയമ്മ, ഭഗവതി, അമ്മതായ, പരമേശ്വര, മാധവ, ആവർ, മാധവന, മുരുക, സുബ്രഹ്മണ്യ, ഗണേശ, സിദ്ധിവിനായക, ശക്തിവിനായക, വീരവിനായക, ദാനവിനായക, ഭഗവാനെ രക്ഷിക്കണേ, പരമേശ്വരായ നമഃ. കണ്ടു തുറക്ക് സ്വാമി. എടാ പിള്ളേരെ, നിനക്കിട്ടൊക്കെ പണി തരാവർത്ത മരുവെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ വന്നടാ. അവൻ ഇനി വണ്ടിയൊന്നും ഓടിക്കത്തില്ല. അവൻ ഓടിക്കാൻ പോണതാ നിങ്ങളെയാ. ജീവ, എന്താടാ ഈ കാണുന്നേ? വീടിനുള്ളിൽ കിടക്കാതെ വണ്ടിക്കുള്ളില്, അതും അഴുക്കില്, മഞ്ഞത്ത് കിടന്ന് എന്തെങ്കിലും അസുഖം വന്നാലോ? നിങ്ങളുടെ മോൻ അഴുക്കിൽ കിടക്കാൻ പാടില്ല, മഞ്ഞ് കൊള്ളാനും പാടില്ല. അതെ, അങ്ങനെയായാൽ എന്റെ മോനല്ല. ശരിയല്ലേ? ശരി തന്നെ പറയുന്നത്. എന്ത് ഭാഷയാ ഇത്? ഇതും മലയാളം തന്നെയാ. ഞാനും നിങ്ങളുടെ മകൻ തന്നെയാ. ആരല്ലെന്ന് പറഞ്ഞത്? കളി മതിയാ, കകത്തേക്ക് വാ. എന്ന് തൂത്തുക്കുടി പോലീസ് സ്റ്റേഷനിൽ എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ മോളുടെ കല്യാണം നടത്തിയോ അന്ന് തന്നെ ഞാൻ കണ്ടുപിടിച്ചതാ ഇവൻ ഇരട്ട വേഷം കെട്ടുന്ന ഒറ്റയാളാണെന്ന്. ചെന്നൈക്ക് വന്ന അപ്പാവി വേഷം, തൂത്തുക്കുടിക്ക് പോയ രൗദ്രവേഷം. നീ കണ്ടോടാ, നിന്നെ കണ്ടുപിടിച്ച് ഉള്ളി തള്ളിയാലേ എനിക്ക് സമാധാനാവൂ. ഞാനൊക്കെ CID യിലായിരുന്നില്ലേ? ഈശ്വര രക്ഷിക്കണേ. നമസ്കാരം തല്ലേ. നമസ്കാരം. നമസ്കാരം. ഡ്രൈവറെ, വണ്ടിയിലെ തലയൊന്ന് എണ്ണി പറഞ്ഞേ. വണ്ടിയിൽ ഒരേ ഒരു തലയല്ലേ ഉള്ളൂ. എന്താണ്? വണ്ടിയിൽ ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തു, എന്നിട്ട് ഒരേ ഒരു തലയുള്ളൂ പറയുന്നു. തല എന്താടാ, ഇങ്ങോട്ട് വരാൻ പോവാ? ബാബാ, നിന്റെ അമ്മ മരിക്കുമ്പോ വന്നല്ലേ പറ്റൂ. ഗുരു, ഡാടാ നീയാടാ ഗുരു, ഞാൻ ജീവ. ഇറങ്ങണ ബസ്സിന്ന്. ദേ, നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. ഒരൊറ്റക്കുത്ത്. നിനക്ക് അമ്മയെ വേണോ വേണ്ടയോ? അത് നമ്മുടെ അമ്മയെ ഗുരു. എന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു സ്ത്രീ. അവരുടെ പാല് കുടിച്ചത് പോലും പോയിസം കുടിച്ചത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഇറങ്ങണ വേഗം. ഗുരു, ഇനി എന്താടാ ചെയ്യുന്നത്? എന്താണ് അവനെ കൊല്ലാഞ്ഞേ? കൊള്ളാ, ഇവന്റെ മുഖത്തേക്ക് നോക്കിയാ നിന്റെ മുഖം പോലെ തന്നെ പേടി തോന്നടാ. ഒരുമിച്ച് വയറ്റി കിടന്നപ്പോഴേ അവനെ തീർക്കേണ്ടതായിരുന്നു. ആഹാ, അപ്പൊ മിസ് ചെയ്ത് എന്നിട്ടാ എന്നോട് ചോദിക്കുന്നേ?
സമുദ്രക്കനിയും ഫെർണാണ്ടസും തമ്മിൽ കണ്ടോടാ? എന്തിനു തമ്മിൽ കാണണം? എന്നാലല്ലേ അവൻ കള്ളം പറഞ്ഞ് പറ്റിച്ചെന്നറിയൂ. സമുദ്രക്കനിയും ഫെർണാണ്ടസും തമ്മിൽ പെട്ടെന്ന് കാണണം. അവനെ നമ്മുടെ സ്ഥലത്ത് നിന്ന് നിർത്തിക്കോ. ഇങ്ങനൊരു അവസരം വേറെ കിട്ടില്ലല്ലോ. കറക്റ്റ്. ആട്ടെ, അമ്മയ്ക്ക് നിന്നെ മനസ്സിലായോടാ? നായ്ക്ക് മനസ്സിലായി, പെറ്റ തള്ളയ്ക്ക് മനസ്സിലായില്ല.